നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയോട് ഇന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു കുഞ്ഞിന്റെ വേദനയെ രാഷ്ട്രീയ ആയുധമാക്കാനല്ല, മറിച്ച് ഒരു കുഞ്ഞിനുണ്ടായ ക്രൂരമായ അനുഭവം പോലും രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള ആയുധമാക്കിയവർ അവരുടെ പഴയ വാക്കുകളോട് ഇന്ന് നീതി പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത, കേരളം ഏറെ പ്രതിഷേധങ്ങൾ കണ്ട, രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ ഒരു കേസ്. ഈ കേസിലെ പ്രതിയായ കെ പത്മരാജനെ 2025 നവംബറിൽ തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനായി കണ്ടെത്തി. ജീവപര്യന്തം തടവടക്കമുള്ള കഠിനമായ ശിക്ഷയാണ് കോടതി വിധിച്ചത്. അതായത് ഒരു കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്വേഷണം നടന്ന കേസിൽ അതേ ഭരണകാലത്തു തന്നെ വിചാരണ മുന്നോട്ടു പോയി. ഒടുവിൽ പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും കഠിനമായ ശിക്ഷ വിധിക്കുകയും ചെയ്തു. പാലത്തായി കേസ് കേരളത്തിൽ വലിയ വിവാദമായിരുന്ന സമയത്ത് എന്തായിരുന്നു രാഷ്ട്രീയ ആരോപണം? അന്നത്തെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. പിണറായി വിജയന്റെ സർക്കാർ പ്രതിയെ സംരക്ഷിക്കുന്നു എന്നായിരുന്നു ആരോപണം. കെ ശൈലജ ടീച്ചർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു. സർക്കാരും പോലീസും പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളും കേരളം കേട്ടു. അന്ന് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി രംഗത്ത് വന്ന നേതാക്കൾ ഇന്ന് സ്വന്തം പഴയ പ്രസംഗങ്ങളിലേക്കും പ്രസ്താവനകളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം. കെ ഫിറോസിനോട് ചോദിക്കാനുണ്ട്, എം ഷാജിയോടും ചോദിക്കാനുണ്ട്, ഫാത്തിമ തഹരിയായോടും ചോദിക്കാനുണ്ട്, മുനാഫിക് ലീഗ് നേതൃത്വത്തോടും ചോദിക്കാനുണ്ട്, പാണക്കാട് നേതൃത്വത്തോടും ചോദിക്കാനുണ്ട്. അന്ന് നിങ്ങൾ ഉയർത്തിയ അതേ മാനദണ്ഡം ഇന്ന് എവിടെയാണ്? അന്ന് ഒരു പ്രതിക്ക് അന്വേഷണ ഘട്ടത്തിൽ ലഭിച്ച ഓരോ നിയമപരമായ ആനുകൂല്യത്തിന്റെയും ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു നിങ്ങൾ. ഇന്ന് അതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും നടപടികളെ അതേ ശക്തിയിൽ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം കൂടി പറയട്ടെ. പത്മരാജന് ജാമ്യം അനുവദിച്ചത് സംസ്ഥാന സർക്കാരല്ല, യാഥാർത്ഥ്യം ഹൈക്കോടതിയാണ്. അപ്പീലിൽ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ വിലയിരുത്തിയ ശേഷമാണ് കോടതി ശിക്ഷ മരവിപ്പിച്ച് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് കോടതിയുടെ തീരുമാനത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. പക്ഷേ രാഷ്ട്രീയമായി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്. പ്രോസിക്യൂഷൻ ഈ ഹർജിയെ എത്ര ശക്തമായി എതിർത്തു? അതിജീവിതയുടെ ഭാഗം കോടതിക്ക് മുമ്പിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാൻ ആവശ്യമായതെല്ലാം നടന്നിട്ടുണ്ടോ? കേസിന്റെ മുൻകാല ചരിത്രവും വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളും എത്രത്തോളം ശക്തമായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു? ഇവയ്ക്കെല്ലാം വ്യക്തമായ മറുപടി പൊതുസമൂഹത്തിന് ലഭിക്കണം. കാരണം ഇവിടെ വിഷയം CPM-ഓ ലീഗോ കോൺഗ്രസോ BJP-യോ മാത്രമല്ല, ഒരു കുട്ടിക്ക് നീതി ലഭിക്കുന്നതിന്റെ പ്രശ്നമാണ്. എന്നാൽ രാഷ്ട്രീയ കാപട്യം പരിശോധിക്കേണ്ടടുത്ത് അത് പരിശോധിക്കുക തന്നെ വേണം. അന്ന് പിണറായി വിജയനോട് ചോദിച്ച ചോദ്യങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ശൈലജ ടീച്ചറെ പ്രതിക്കൂട്ടിലാക്കിയ പ്രസംഗങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് എന്തിന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം? കെ ഫിറോസ്, അന്ന് നിങ്ങളുടെ ശബ്ദം എത്ര ശക്തമായിരുന്നു? ഇന്ന് അതേ ശബ്ദത്തിൽ സർക്കാരിനോടും പ്രോസിക്യൂഷനോടും ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മിസ്റ്റർ എം ഷാജി, അന്ന് ഈ കേസിനെ മുൻനിർത്തി ഇടതുപക്ഷ സർക്കാരിനെ രാഷ്ട്രീയമായി വിചാരണ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അധികാരത്തിലുള്ള മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോഴും അതേ മാനദണ്ഡം നിങ്ങൾ പ്രയോഗിക്കുമോ? ഫാത്തിമ തഹരിയ, അന്ന് നിങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ അടിസ്ഥാനമെന്നത് അതിജീവിതയ്ക്ക് നീതി എന്നതായിരുന്നെങ്കിൽ ആ നീതിയുടെ ചോദ്യം ഇന്നും അതേ പ്രാധാന്യത്തോടെ നിങ്ങൾ ഉയർത്തുമോ? ലീഗ് നേതൃത്വത്തോടും അതേ ചോദ്യം. അധികാരത്തിലില്ലാത്തപ്പോൾ ഒരു നീതി, അധികാരത്തിലിരിക്കുമ്പോൾ മറ്റൊരു നീതി. അങ്ങനെ ആവാൻ പാടില്ല. പാണക്കാട് നേതൃത്വത്തോടും ചോദ്യം ഇതുതന്നെയാണ്. ഇത്തരം ഒരു വിഷയത്തിൽ രാഷ്ട്രീയ എതിരാളിയുടെ സർക്കാരായിരിക്കുമ്പോൾ മാത്രം പ്രതികരിക്കുകയും സ്വന്തം മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ചോദ്യങ്ങളുടെ മൂർച്ച കുറയുകയും ചെയ്യുന്നത് രാഷ്ട്രീയ ധാർമ്മികതയാണോ? ഒരു കാര്യം ഓർക്കണം, കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ രാഷ്ട്രീയ ഫുട്ബോളാക്കി മാറ്റരുത്. പ്രതി BJP-കാരനായാലും കോൺഗ്രസുകാരനായാലും ലീഗുകാരനായാലും CPM-കാരനായാലും മറ്റേതെങ്കിലും പാർട്ടിക്കാരനായാലും നിയമം ഒരുപോലെ ആയിരിക്കണം. അതിജീവിതയുടെ രാഷ്ട്രീയമോ മതമോ കുടുംബ പശ്ചാത്തലമോ നോക്കിയല്ല നീതി ലഭിക്കേണ്ടത്. അതുപോലെ സർക്കാർ മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികതയും മാറരുത്. ഇവിടെയാണ് പാലത്തായി കേസ് കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ ഒരു കണ്ണാടി പിടിക്കുന്നത്. അന്ന് പിണറായി വിജയന്റെ സർക്കാരിനെതിരെ പറഞ്ഞ ഓരോ വാക്കും വീണ്ടും വീണ്ടും കേൾക്കുക. അന്ന് ശൈലജ ടീച്ചർക്കെതിരെ ഉന്നയിച്ച ഓരോ ആരോപണവും വീണ്ടും വീണ്ടും പരിശോധിക്കുക. എന്നിട്ട് ഇന്നത്തെ നിലപാടുമായി താരതമ്യം ചെയ്യുക. ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിശ്വാസ്യത അളക്കേണ്ടത് അയാൾ എതിരാളികൾക്കെതിരെ എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നതുകൊണ്ടല്ല, സ്വന്തം പക്ഷം അധികാരത്തിലിരിക്കുമ്പോഴും അതേ ചോദ്യം ചോദിക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടോ എന്നതുകൊണ്ടാണ്. അതാണ് രാഷ്ട്രീയ സത്യസന്ധത. അതുകൊണ്ട് കെ ഫിറോസിനോടും എം ഷാജിയോടും ഫാത്തിമ തഹരിയോടും മുനാഫിക് ലീഗ് നേതൃത്വത്തോടും പാണക്കാട് നേതൃത്വത്തോടും പറയാനുള്ളത് ഇത്ര മാത്രം. ഞങ്ങൾ നിങ്ങളോട് പുതിയൊരു മാനദണ്ഡം ആവശ്യപ്പെടുന്നില്ല. നിങ്ങളന്ന് മറ്റുള്ളവർക്കായി നിശ്ചയിച്ച അതേ മാനദണ്ഡം ഇന്ന് നിങ്ങൾക്കും ബാധകമാക്കൂ. അന്ന് സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും സർക്കാരിനോട് ചോദിക്കൂ. അന്ന് പ്രോസിക്യൂഷനെ സംശയിച്ചെങ്കിൽ ഇന്ന് പ്രോസിക്യൂഷന്റെ പ്രവർത്തനവും പരിശോധിക്കൂ. അന്ന് അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയെങ്കിൽ ഇന്നും അതേ ശക്തിയിൽ ശബ്ദമുയർത്തൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നിലപാട് രാഷ്ട്രീയത്തിനപ്പുറം നീതിക്ക് വേണ്ടിയായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഒരു ചോദ്യം ചരിത്രത്തിൽ ബാക്കിയാകും. പാലത്തായിയിലെ ആ കുഞ്ഞിന്റെ നീതിയാണോ അന്ന് നിങ്ങളുടെ വിഷയം? അതോ പിണറായി വിജയനെ ആക്രമിക്കാനുള്ള ഒരു രാഷ്ട്രീയ അവസരമായിരുന്നോ നിങ്ങൾക്ക്? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞങ്ങളല്ല, കെ ഫിറോസാണ്, എം ഷാജിയാണ്,
ഫാത്തിമ തഹ്ലിയാണ്, ലീഗ് നേതൃത്വമാണ്, പാണക്കാട് നേതൃത്വമാണ്. കാരണം പാലത്തായി ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, അത് ഒരു കുഞ്ഞിന്റെ ജീവിതമാണ്. ആ കുഞ്ഞിന്റെ വേദനയുടെ മുന്നിൽ രാഷ്ട്രീയ നിറങ്ങൾ അപ്രസക്തമാണ്. ഇന്ന് ആവശ്യപ്പെടേണ്ട ഒറ്റ കാര്യമാണ്, കേസിന്റെ തുടർ നടപടികൾ നിയമപരമായി ശക്തമായി മുന്നോട്ട് പോകണം. അതിജീവിതയ്ക്ക് ലഭിക്കേണ്ട നിയമസംരക്ഷണം ഉറപ്പാക്കണം. അപ്പീലിൽ പ്രോസിക്യൂഷൻ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതോടൊപ്പം ഈ കേസ് വർഷങ്ങളോളം രാഷ്ട്രീയ ആയുധമാക്കിയ ഓരോ നേതാവും സ്വന്തം പഴയ വാക്കുകൾക്ക് മുന്നിൽ നിൽക്കണം. അന്ന് പറഞ്ഞത് സത്യസന്ധമായിരുന്നെങ്കിൽ ഇന്ന് സംസാരിക്കൂ. അന്ന് നീതിക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് അതേ നീതിക്ക് വേണ്ടി നിലകൊള്ളൂ. അല്ലെങ്കിൽ കേരളം ചോദിക്കും, അന്ന് ആക്രോശവും ഇന്ന് മൗനവും എന്തുകൊണ്ടായിരുന്നു എന്ന്. ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഇന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: UDF സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഈ കേസിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച രേഖകളും നിലപാടുകളും എന്തായിരുന്നു? ജാമ്യ ഹർജിയെ എത്ര ശക്തമായാണ് സർക്കാർ എതിർത്തത്? ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയാണ്? അന്ന് പിണറായി സർക്കാരിനെയും ശൈലജ ടീച്ചറെയും പ്രതിയെ രക്ഷിക്കുന്നു എന്ന് ആരോപിച്ച PK ഫിറോസും KM ഷാജിയും ഫാത്തിമ തഹ്ലിയയും ലീഗ് നേതൃത്വവും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അവസാനമായി ഒന്നുകൂടി പറയുന്നു, KM ഷാജിയും PK ഫിറോസും ഫാത്തിമ തഹ്ലിയയും ഒക്കെ ഇന്ന് ഈ ദുനിയാവിൽ ഈ മണ്ണിൽ ജീവിച്ചിരുന്നുവെങ്കിൽ പാലത്തായിലെ പെൺകുട്ടിക്ക് ഒരുപക്ഷെ നീതി ലഭിക്കുമായിരുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.